ഒരാളുടെ കാഴ്ചശക്തി കൂട്ടുന്ന കാര്യം ഒരു കാര്യം അൽ ജുലൂസു ഹിയാലൽ കഅബത്തി, എപ്പോഴും ഇരിക്കുമ്പോൾ കഅബയിലേക്ക് മുന്നിട്ടിരിക്കുക. മനസ്സിലായില്ല? അതൊക്കെ മനുഷ്യന്റെ അതൊക്കെ എന്താണ്? ഇതൊക്കെ മനുഷ്യന് ബന്ധമുണ്ടാവും. കഅബയിൽ നമ്മൾ തമ്മിലൊക്കെ ബന്ധമുണ്ടാവും. അത് ഇപ്പോഴും തന്നെ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. ഗോളങ്ങൾ നമ്മൾ ബന്ധമല്ലേ? ചന്ദ്രൻ നമ്മൾ തമ്മിൽ ബന്ധമല്ലോ, ഉണ്ടല്ലോ. അതുകൊണ്ടാണ് വേലിയേറ്റത്തിന്റെ സമയത്ത് എന്തുണ്ടാവണത്? രക്തം പെട്ടെന്ന് പാസ് ചെയ്യാനുള്ള കാരണം അതാണല്ലോ. പിന്നെ എങ്കിൽ അതിനേക്കാൾ പ്രധാനമല്ലേ അള്ളാഹിന്റെ കഅബ അള്ളാഹു തആലക്ക്? അതുവഴി നമുക്ക് എന്തുകൊണ്ട് ബന്ധം? ഒരു കേന്ദ്ര ബിന്ദുവായിരിക്കും. അള്ളാഹു ഒരു കേന്ദ്രം നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ കേന്ദ്രവുമായി അതിന് നല്ല ബന്ധം ഉണ്ടാവുമല്ലോ. ഏത് തേനീച്ചക്കും റാണീച്ചയോട് ബന്ധമല്ലേ? ഇല്ലേ? ഒരു തേനീച്ചക്ക് റാണീച്ചയോട് ബന്ധം ഉള്ളതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ ഈ ശരീരത്തിന്റെ പ്രകൃതിക്ക് കഅബയോട് ബന്ധം ഉണ്ടാവും. അപ്പൊ എപ്പോഴും തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങോട്ട് ഇരിക്കാം? കഅബയിൽ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ കഅബയിലേക്ക് മുന്നിട്ടിരിക്കാവുന്ന രൂപത്തിരിക്കൽ മനുഷ്യന്റെ കാഴ്ചശക്തിയെ കൂട്ടും. അതേപോലെ തന്നെ ഉറങ്ങണിന് മുമ്പ് സുർമയിടുക, കാഴ്ചശക്തി കൂട്ടും. ഹബീബാസുള്ള സുർമയിടാതെ ഉറങ്ങിയല്ല യുദ്ധക്കളത്തിൽ പോലും. മനസ്സിലായില്ല? യുദ്ധക്കളത്തിൽ രാത്രി ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ റസൂൽ എന്ത് ചെയ്യും? സുർമയിടും. സുർമയിടാതെ റസൂൽ ഉറങ്ങൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്യനെ കൊണ്ട് റസൂൽ സുർമയിടുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലുണ്ടായിന് നല്ല നല്ല സുർമകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടും. നല്ല സുർമകളൊക്കെ അതിനൊക്കെ അതിന് വല്ലാതെ അശുദ്ധത കയറിയിട്ടില്ലാന്ന് തോന്നുക ചില സുർമകളൊക്കെ. നല്ല സുർമകൾ നമ്മുടെ നാട്ടിൽ കിട്ടും ഉറങ്ങണിന് മുമ്പ്. അല്പം മതി, അതും തന്നെ ഒരു കേടാകുന്ന അളവിൽ വേണ്ട. അതിന് ചെറിയ ഒരു സലാസത്തൻ ഫീ ഹാദിഹി വ സലാസത്തൻ ഫീ ഹാദിഹി. വലത്തെ കണ്ണിൽ മൂന്നോട്ടവും ഇടത്തെ കണ്ണിൽ മൂന്നോട്ടം ഉണ്ടെങ്കിൽ അത് കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മരണം വരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണം വരെ പല്ല് കുഞ്ഞടിക്കില്ല മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻപല്ല് ലേശം ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഹരീരത്തിൽ, വേറെ ഒന്നൊരു കുഴപ്പമില്ല മുസ്തഫ നബി. അതേപോലെ തന്നെ കാഴ്ചശക്തി കൂട്ടാനുള്ള മറ്റൊരു മാർഗം അന്നദറു ഇലൽ ഖദറാഇ, പച്ചയുള്ള വസ്തുക്കളിലേക്കൊക്കെ സ്ഥിരമായി നോക്കുക. പാടം, കൃഷി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി ഒക്കെ ഉണ്ടെങ്കിൽ കാണാം. പാടം ഇതൊക്കെ തന്നെ പഴയകാലത്തെ ആളുകൾക്ക് അവർക്ക് ഈ കാഴ്ചശക്തിയൊക്കെ ഉള്ള നിലക്കുള്ള കാരണം നേരെ കൊടുത്ത് ആ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ വൈകുന്നേരം പാടവും കൃഷിയും ഇതല്ലാത്തൊരു വർത്താനല്ല. ഈ നാഗരിക ജീവിതം നമ്മളെ ശരീരത്തെ നശിപ്പിച്ചു. അത്തരത്തിനെ ഒത്തീഫുൽ മജ്ലിസി, ഇരിക്കണ സ്ഥലം വൃത്തിയാക്കുക, എപ്പോഴും ശുദ്ധിയിലിരിക്കുക, വൃത്തിയിലിരിക്കുക. ഇതൊക്കെ മനുഷ്യന്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കുക, ഔറത്തിലേക്ക് നോക്കുക, ഇത് വൃത്തികെട്ട വസ്തുക്കളിലേക്ക് നോക്കുക. ഇതൊക്കെ മനുഷ്യന്റെ കാഴ്ചശക്തിയെ നശിപ്പിച്ചു കളയും എന്നും ആണ് അടിസ്ഥാനം. ബുദ്ധിശക്തിയെ കൂട്ടുന്ന കാര്യം തെർക്കുൽ പുദൂരി മിനൽ കലാമി, അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കുക, ബുദ്ധിശക്തിയെ കൂട്ടും. വസ്തിവാക്കു മിസ്വാക്ക് ചെയ്യുക. മുജാലസത്തു സ്വാലിഹീന, എപ്പോഴും സാലിഹീങ്ങളെ കൂട്ടത്തിലിരിക്കുക. മുജാലസത്തുൽ ഉലമാഇ, ആലിമീങ്ങളെ കൂട്ടത്തിലിരിക്കുക. ഈ 4 കാര്യം ഒരാൾ ചെയ്താൽ അയാളുടെ ബുദ്ധിശക്തി കൂടും. ശ്രദ്ധിക്കുക. കാരണം അവർ കാര്യമായ വർത്തമാനങ്ങളെ അവർ പറയുള്ളൂ. സാലിഹീങ്ങളും ആലിമീങ്ങളും അവരെ കൂട്ടത്തിലിരിക്കുക. അപ്പൊ അവരെ ഹിക്മത്ത് നമ്മളൊക്കെ ഉണ്ടാവും, അത് ഉറപ്പാണ്. അതിപ്പോ കണ്യത്ത് സ്ഥാനത്ത് സ്ഥിരമായി പോയ ഒരാൾ ഹിക്മത്ത് പറയാള്. കാരണം ഇയാൾക്ക് ഇവിടെ സ്റ്റോറി, നമ്മളെ തലച്ചോറിൽ ഇതൊക്കെ ഇങ്ങനെ സ്റ്റോറിയാണല്ലോ, അത് അവരതല്ലേ പറയുക. ബഹുമാനപ്പെട്ട തങ്ങളാപ്പാന്റെ അടുത്ത് ഒരാൾക്ക് നിത്യമായി ഇരുന്നിരുന്നെങ്കിൽ അയാൾക്കത് കിട്ടിയിട്ടുണ്ടാവും, ആ ഹിക്മത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. 4 കാര്യം കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിശക്തി കൂടും. ഒന്ന് അനാവശ്യ വർത്തമാനങ്ങളെ ഒഴിവാക്കുക. 2 മിസ്വാക്ക് ചെയ്യുക. 3 സാലിഹ്യങ്ങളോട് സഹവസിക്കുക, ഇരിക്കുക. 4 ആലിമീങ്ങളെ കൂടെ ഇരിക്കുക. ഇത് മനുഷ്യന്റെ ബുദ്ധിശക്തി